തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ ലഭിക്കാതെ മരിച്ചു വേണു എന്നതാണ് കുടുംബത്തിന്റെ ആരോപണം. ആ വേണുവിന്റെ മരണത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ഓട്ടോ തൊഴിലാളിയായ വേണുവിനെ വെള്ളിയാഴ്ചയാണ് ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത്. ബുധനാഴ്ച അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിക്കുന്നു. അതുവരെ യാതൊരു വിധത്തിലുമുള്ള ചികിത്സ ലഭിച്ചിട്ടില്ല എന്നതാണ് കുടുംബം പറയുന്നത്. നല്ലൊരു പെരുമാറ്റം പോലും അവിടുത്തെ ഡോക്ടർമാരിൽ നിന്നോ അവിടെ പരിചരിക്കാനുണ്ടായിരുന്ന നഴ്സുമാരിൽ നിന്നോ ഒന്നും ലഭിച്ചില്ല എന്ന വലിയ ആക്ഷേപം ഉയരുന്നു. തറയിലാണ് കിടക്കേണ്ടി വന്നത്. തലവേദനയ്ക്കുള്ള മരുന്ന് ചോദിച്ചിട്ട് പോലും ലഭിച്ചില്ല. പട്ടികളോട് പോലും ഉള്ള നായ്ക്കളോടുള്ള സമീപനമാണ് എന്ന വേണുവിന്റെ തന്നെ ശബ്ദ സന്ദേശം പുറത്തു വന്നതാണ്. ഈ വിഷയം വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ്. ആരോഗ്യ വകുപ്പിനെതിരെ കനത്ത പ്രതിഷേധവും ആരോപണങ്ങളും ഈ ഘട്ടത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും കുടുംബം ഈ ആരോപണങ്ങൾ ആവർത്തിക്കുകയാണ് ചെയ്തത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഈ കാര്യങ്ങളിൽ വിശദീകരണം നൽകിയതാണ്. യാതൊരു വീഴ്ചയും ഇതുമായി ബന്ധപ്പെട്ട ആശുപത്രിക്ക് ഉണ്ടായിട്ടില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ ഇന്നലെ വന്ന വിശദീകരണം. ഇന്ന് കാർഡിയോളജി വിഭാഗത്തിലെ ഡോക്ടർ ഇത് വിശദീകരിക്കുന്നുണ്ട്. കാർഡിയോളജി വിഭാഗം മേധാവിയാണ് ഡോക്ടർ മാത്യു ഐപ്പ് ഇന്ന് മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചു. യാതൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്നത് തന്നെയാണ് കാർഡിയോളജി വിഭാഗം മേധാവി കൂടി സ്ഥിരീകരിക്കുന്നത്. എല്ലാ രോഗികളും ഒരുപോലെയാണെന്നും സാധ്യമായ എല്ലാ ചികിത്സയും വേണുവിന് നൽകി എന്നുമാണ് മാത്യു ഐപ്പ് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. വേണുവിന് ചികിത്സ നൽകിയതിൽ ഒരു വീഴ്ചയുമില്ല. വേദന തുടങ്ങി 24 മണിക്കൂറിന് ശേഷമാണ് വേണുവിനെ എത്തിച്ചത്. ഹൃദയാഘാതമെന്ന് സ്ഥിരീകരിച്ചു. സമയം വൈകിയതുകൊണ്ട് പ്രാഥമിക ആൻജിയോപ്ലാസ്റ്റി ഉൾപ്പെടെ നൽകാൻ സാധിച്ചില്ല. മറ്റു മരുന്നുകൾ നൽകി. 5-ന് വൈകിട്ട് ഹാർട്ട് ഫെയിലിയർ ഉണ്ടായി. ഏറ്റവും മികച്ച ചികിത്സ നൽകി. ഇങ്ങനെ മനുഷ്യരുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ മരണങ്ങൾ ഹാർട്ട് അറ്റാക്ക് മൂലം സംഭവിക്കുന്നുണ്ട്. അതിലൊരു സംഭവമാണ് ഇത് എന്ന രീതിയിലാണ് കാർഡിയോളജി വിഭാഗത്തിന്റെ മേധാവി ഈ കാര്യങ്ങൾ വിശദീകരിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേൾക്കാം. പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് നെഞ്ചുവേദന തുടങ്ങിക്കഴിഞ്ഞ് 24 മണിക്കൂറിനകം വരികയാണെങ്കിലാണ് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത്. ഈ രോഗി അൺഫോർച്ചുനേറ്റ്ലി വന്നത് 24 മണിക്കൂറിന് ശേഷമാണ്. അതുകൊണ്ട് ഈ രണ്ട് ട്രീറ്റ്മെന്റ് രീതികളും ഇദ്ദേഹത്തിന് സൂട്ടബിൾ അല്ല എന്ന് കൺസൾട്ടന്റ് തീരുമാനിച്ചു. ബാക്കി മരുന്നുകൾ കൊടുക്കാൻ ഹെപ്പാരിൻ, ആസ്പിരിൻ, ക്ലോപ്പിഡോഗൾ, അറ്റോവാസ്റ്റാറ്റിൻ, മെറ്റപ്രോൾ, എനലാപ്രിൽ ഈ മരുന്നുകൾ കൊടുക്കാൻ തീരുമാനിച്ചു. ആ ഡ്രഗ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. പേഷ്യന്റിനെ ഉടനെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. പേഷ്യന്റിനെ കാർഡിയോളജി വിഭാഗത്തിലോട്ട് മാറ്റി. പേഷ്യന്റ് ഇംപ്രൂവ് ചെയ്ത് വരികയായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി 5-ാം തീയതി വൈകിട്ട് ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഒരു നോൺ കോംപ്ലിക്കേഷൻ ആണ് ഹാർട്ട് അറ്റാക്കിന്റെ. ഹാർട്ട് ഫെയിലിയർ വന്നു. പേഷ്യന്റ് വെന്റിലേറ്റർ ആക്കി. പേഷ്യന്റ് മരിച്ചു. ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യവർഗത്തിന്റെ എല്ലാവരുടെയും ഒരു കോമൺ കോസ് ഓഫ് ഡെത്ത് ആണ്. മനുഷ്യരെല്ലാവരും മരണത്തിന്റെ ഒരു പ്രധാന കാരണമാണ്. എന്ത് ചികിത്സ കൊടുത്താലും ഒരു 10 തൊട്ട് 20% ആൾക്കാർ മരിക്കും. നമ്മൾ എന്ത് ചികിത്സ കൊടുത്താലും. നമ്മൾ ചികിത്സയിൽ അൺഫോർച്ചുനേറ്റ്ലി യങ് ഏജ് ആയിരുന്നു. റിലേറ്റീവ്ലി ലേറ്റ് 40s ആളാണ് മരിച്ചു. നമ്മൾ ഇവിടെ കൊടുക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് ചികിത്സ കൊടുത്തു. ഏറ്റവും ബെസ്റ്റ് ചികിത്സ കൊടുത്തു എന്നതാണ് ഡോക്ടർ പറയുന്നത്. പക്ഷേ ആ ഡോക്ടറിനോട് മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, അവിടെ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് അനാസ്ഥയുണ്ടായോ? ചികിത്സാ പിഴവിനപ്പുറം മോശം പെരുമാറ്റമുണ്ടായോ? ഈ വേണു 5 ദിവസം ആ ആശുപത്രിയിൽ നിലത്താണ് കിടന്നിരുന്നത് എന്ന് പറയുന്നു. അത് ശരിയാണോ? പലതിനോടും ഒഴിഞ്ഞുമാറുന്ന സമീപനമാണ് ഉണ്ടായിരുന്നത്. നിലത്ത് കിടന്നിട്ടുണ്ടാകാം എന്നത് ഡോക്ടർ സ്ഥിരീകരിക്കുന്നു. ഒരു പുതിയ രോഗി വരുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു രോഗി വരുമ്പോൾ ഒരു രോഗിയെ താഴെ ഇറക്കി കിടത്തിയിട്ട് ആ ബെഡ് നൽകാൻ പറ്റില്ലല്ലോ എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നത് സ്ഥിരീകരിക്കുകയാണ് അവിടെ ആ ഡോക്ടർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഗുരുതരാവസ്ഥയിൽ കൊല്ലം ജനറൽ ആശുപത്രിയിൽ നിന്ന് ഇവിടേക്ക് വന്ന വ്യക്തി 5 ദിവസം നിലത്ത് തുണി വിരിച്ചാണ് കിടന്നിരുന്നത് എന്ന് ബന്ധുക്കൾ പറയുന്നു. തലവേദനിച്ച് സഹിക്കവയ്യാതെ ഡോക്ടർ അടുത്ത് ചെന്ന് മരുന്ന് ചോദിക്കുമ്പോൾ ഞാൻ നോക്കുന്ന ഡോക്ടർ അല്ല എന്നൊരു ഡോക്ടർ മറുപടി പറഞ്ഞു എന്നാണ് പറയുന്നത്. കുടുംബം ഇപ്പോഴും ഈ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ്. വലിയ വീഴ്ച സംഭവിച്ചു. ആ ഡോക്ടർമാരെ മാറ്റി നിർത്തി വേണം അവിടെ അന്വേഷണം നടക്കാൻ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നീതി കിട്ടില്ല എന്നതാണ് വേണുവിന്റെ ഭാര്യ പറയുന്നത്. ഈ കാര്യങ്ങൾ അറിയാതെയാണ് ഡോക്ടർമാർ ഇതിനെ ന്യായീകരിക്കാൻ വരുന്നതെന്നും ആ കുടുംബം ആരോപിക്കുന്നു. 2 പെൺമക്കളാണ് വേണുവിന്. ആ കുടുംബത്തിന്റെ ഏക അത്താണിയാണ് അവർക്ക് നഷ്ടമായത്.
ആ സങ്കടത്തിൽ നിൽക്കുന്ന കുടുംബത്തിന് തങ്ങൾ അനുഭവിച്ചത് എന്താണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ടുന്ന ഒരവസ്ഥ കൂടി വന്നു ചേർന്നിരിക്കുകയാണ്. അപ്പോൾ വേണുവിന്റെ ഭാര്യ സിന്ധുവിന് പറയാനുള്ളത് കേൾക്കാം. ICUവിലോട്ട് കൊണ്ടുപോയപ്പോഴത്തേക്ക് ഭയങ്കര ശ്വാസം മുട്ടലായിരുന്നു. അങ്ങനെ കൊണ്ട് കയറി ഞാൻ കൊണ്ട് കിടത്തി മാസ്ക് അങ്ങോട്ട് ഓക്സിജൻ മാസ്ക് വെച്ചപ്പോൾ വേണമെന്ന് പിടിച്ചങ്ങ് മാറ്റി. ഞാൻ പറഞ്ഞു വേണമെന്ന് വിഷമിക്കേണ്ട, ഒന്നും സംഭവിക്കത്തില്ല. അന്നേരം ആ സിസ്റ്റർ പറഞ്ഞു ഒരു 30 മിനിറ്റ് വെച്ചാൽ മതി, അപ്പോഴത്തേക്ക് ശ്വാസം ഇതങ്ങ് മാറുമ്പോഴത്തേക്ക് നമുക്കങ്ങ് എടുത്ത് മാറ്റാം എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങി ഒരു 10 മിനിറ്റ് അല്ല ഉടനെ എന്നെ വിളിച്ച് വേണോണ്ട് ബൈസ്റ്റാൻഡർ ആരാന്നും പറഞ്ഞ് വിളിക്കുന്നു. ഞാനാണെന്നും പറഞ്ഞ് അങ്ങോട്ട് ചെന്നപ്പം ചോദിച്ചു അത് വേറെ ആരുമില്ല. ഞാൻ പറയില്ല ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞ് ഏതെങ്കിലും ഒരു മെയിൽ ബൈസ്റ്റാൻഡർ വേണം, മരുന്നൊക്കെ വാങ്ങി. ഞാൻ പറഞ്ഞു ഓക്കെ വാങ്ങിക്കാം എന്ന് പറയാനും അങ്ങനെ ഞാൻ എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു വേണുവിൻ്റെ ഇച്ചിരി ഗുരുതര നിലയിലാണ്. ഞാൻ ചോദിച്ചു അതെന്ത് പറ്റി, ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, അത് ഞങ്ങൾ വെന്റിലേറ്ററിലേക്ക് മാറ്റി എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അതെന്ത് പറ്റി, അത് ആരെങ്കിലും മെയിൽ കൂടെ നിൽക്കാൻ ആരെങ്കിലും ആണുങ്ങളെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞ് ഞാൻ ഉടനെ വേണയുടെ കൂടെ പഠിക്കുന്നവരെയും വിളിച്ച് സഹോദരങ്ങളെയും വിളിച്ച് എല്ലാവരെയും വിളിച്ച് അവരെത്തുന്നതിന് മുമ്പ് തന്നെ എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു എന്നെ ഒന്ന് കയറ്റി കാണിക്കുന്നത് പറഞ്ഞാൽ അവർ കാണിക്കത്തില്ല. ഇതാണ് ഈ കുടുംബത്തിന് പറയാനുള്ളത്. അവരാണ് അനുഭവിച്ചത്, അവരാണ് ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ചികിത്സ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അവർക്ക് അറിയില്ലായിരിക്കും. ഏത് മരുന്ന് എപ്പോൾ കൊടുക്കണം എന്നത് വിദഗ്ധരായ ഡോക്ടർമാർക്ക് മാത്രമായിരിക്കും തീരുമാനിക്കാൻ കഴിയുക. പക്ഷേ അവിടെ എന്തായിരുന്നു തങ്ങൾ അനുഭവിച്ചത് എന്നത് അവരെക്കാൾ വ്യക്തമായി മറ്റാർക്കും പറയാൻ കഴിയുകയില്ലല്ലോ. അതാണ് അവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രതിപക്ഷ നേതാവ് ഇന്നലെയും കനത്ത ഭാഷയിലാണ് ഇതിനോട് പ്രതികരിച്ചത്. ഇന്നും ഈ സിസ്റ്റം തകരാറിന്റെ ഏറ്റവും വലിയ അവസാനത്തെ ഇരയാണ് വേണു എന്ന് പറയുന്നു. ആരോഗ്യമന്ത്രി സ്വയം രാജിവെച്ച് ഒഴിഞ്ഞു പോകേണ്ടുന്ന സാഹചര്യമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തുകയാണ്. ഈ സിസ്റ്റം തകരാറിലാണ് എന്ന് ആവർത്തിച്ച് പറയുകയാണ് പ്രതിപക്ഷം. അവർക്ക് അവർ ചെയ്ത തെറ്റിനെ ഡിഫെൻഡ് ചെയ്തല്ലേ പറ്റുള്ളൂ. അവർ തെറ്റാണ് ചെയ്തതെന്ന് വളരെ കൃത്യമല്ലേ. തിരിഞ്ഞു നോക്കിയിട്ടില്ല, പ്രദേശത്തേക്ക് അന്വേഷിച്ചിട്ടില്ല. നമ്മൾ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വന്ന് ആശുപത്രി പോയി കിടന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് ആശുപത്രി ചെയ്യുന്നത്. ഒരു സ്വകാര്യ ആശുപത്രിയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. ആളുകൾ പണമില്ലാത്തതുകൊണ്ടല്ലേ ഈ മെഡിക്കൽ കോളേജിലേക്ക് വരുന്നത്. നല്ല ചികിത്സ കിട്ടും, നല്ല ഡോക്ടർമാർ ഉണ്ടെന്ന് കരുതി ആള് നിലത്ത് കിടക്കുവാണ്. ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വന്ന ആള് ഇനി കിടക്ക ഒഴിവില്ല. ഓക്കെ, ചികിത്സിക്കണ്ടേ, അന്വേഷിക്കണ്ടേ ഇയാളുടെ സ്ഥിതി എന്താണ്. ഒരു ചികിത്സയും ചെയ്യില്ലേ? നമ്മുടെ ഒന്നും അറിവ് അതല്ലല്ലോ. ഹാർട്ട് അറ്റാക്ക് വന്ന് 24 മണിക്കൂർ കഴിഞ്ഞ ഒരാളെ ഒരു ചികിത്സയും ചെയ്യില്ലേ, പരിശോധിക്കില്ലേ? അതൊക്കെ തെറ്റായ കാര്യങ്ങളാണ്. അപ്പോൾ ആൻജിയോഗ്രാം ചെയ്തില്ല എന്ന് പറയുന്നു, മറ്റെന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് മറുപടിയില്ല, മറ്റെന്താണ് ചികിത്സ എന്ന ചോദ്യത്തിന് മറുപടിയില്ല. അതുകൂടിയാണ് പ്രതിപക്ഷ നേതാവ് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലം വയറ്റിൽ കത്രികയുമായി 7 കൊല്ലം ജീവിച്ച ഹർഷിനെ നമുക്കറിയാം. അവർ നീതി തേടിയും ഇപ്പോഴും അലയുകയാണ്. അവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വരെ വന്ന് സമരം ചെയ്യേണ്ടുന്ന സാഹചര്യമുണ്ടായി. ഒപ്പം നിൽക്കും എന്ന ചില ഉറപ്പുകൾ മാധ്യമങ്ങളിൽ ഇത് വാർത്തയാകുമ്പോൾ കൊടുക്കുമ്പോഴും പിന്നീട് അത് പാലിക്കപ്പെടാതെ പോകുന്ന സാഹചര്യമുണ്ട്. അവരെ ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരു ഡോക്ടർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ ഉള്ള ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ക്ഷാമത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞപ്പോൾ ഒടുവിൽ അദ്ദേഹത്തെ കുറ്റക്കാരനാണെന്ന് വരുത്താനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നത് നമ്മൾ കണ്ടതാണ്. ഡോക്ടർ ഹാരിസിന്റെ കാര്യമാണ്, അത് നമ്മൾ ചർച്ച ചെയ്തതാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടം തകർന്നു വീണ് ഒരു കുടുംബത്തിന്റെ അത്താണിയായ ഒരു സ്ത്രീ മരിച്ചു. ആ ഉപയോഗശൂന്യമായ കെട്ടിടം അവിടെ ഉണ്ടായിരുന്നു, അവിടെ ആളുകൾ ഉണ്ടായിരുന്നു, അവിടെ ആശുപത്രിയുടെ ഭാഗമായ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. ഇതൊന്നും അധികൃതർ കണ്ടില്ല. അതുപോലെ തന്നെയാണ് ഗൈഡ് വയർ കുടുങ്ങിയ ഒരു യുവതിയുടെ അവസ്ഥ. അവരുടെ ഓപ്പറേഷൻ നടത്തി അത് നീക്കം ചെയ്യാനുള്ള നടപടികൾ ഇതുവരെ പൂർത്തിയായിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പിഴവുകൾ ഉണ്ടാകുന്നുണ്ട്, അത് തുടർച്ചയായി ഉണ്ടാകുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്. ആ വസ്തുതകൾ പുറത്തേക്ക് വരുമ്പോൾ അവരെ ശത്രുപക്ഷത്ത് നിർത്താനും അവർക്കെതിരെ തെളിവുണ്ടാക്കാനും റിപ്പോർട്ടുകൾ ഉണ്ടാക്കാനും മെനക്കെടുന്നതിന് പകരം മനുഷ്യർ നിയന്ത്രിക്കുന്ന സംവിധാനമാണ്. അതിൽ തെറ്റുണ്ടാകാം, ഉണ്ടായിക്കൂടാതെയില്ല. പൂർണ്ണമായും തെറ്റില്ലാതെ ഒരു സംവിധാനവും മനുഷ്യരാൽ നിയന്ത്രിക്കപ്പെടുകയോ നടത്തപ്പെടുകയോ ചെയ്യുമെന്ന് നമ്മൾ കരുതുന്നില്ല. അവിടെ തെറ്റുകൾ ഉണ്ടായാൽ ആ തെറ്റുകളിൽ ഉടനടി ഇടപെടലും തിരുത്തലും ഇനി ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രതയുമാണ് ഉണ്ടാകേണ്ടത്. അതവിടെ ഉണ്ടാകുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അത് ആവർത്തിച്ചുണ്ടാകുന്നു. ആവർത്തിച്ച് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ന്യായീകരണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ആ രോഗിക്ക് 5 ദിവസം തറയിൽ കിടക്കേണ്ടി വന്നത്? നമ്മുടെ മെഡിക്കൽ കോളേജിലെ അവസ്ഥ അതാണോ?
അങ്ങനെയുള്ള അസൗകര്യങ്ങളിൽ തന്നെയാണോ? നമ്പർ 1 കേരളം എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉണ്ട് എന്ന് സമ്മതിക്കുകയും അത് അഡ്രസ്സ് ചെയ്യാനുള്ള നടപടികളുമാണ് ഉണ്ടാകേണ്ടത്. ആ ഡോക്ടർമാർ ആ രോഗിയോട് മോശമായി പെരുമാറിയിട്ടുണ്ടോ അത് അന്വേഷിച്ചിട്ട് ഉണ്ടെങ്കിൽ ഇനി ഒരു രോഗിയോട് അങ്ങനെ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികളാണ് ഉണ്ടാകേണ്ടത്. ആ ചോദ്യങ്ങളോടൊന്നും മറുപടിയില്ല. സാങ്കേതികമായി ഡോക്ടർമാർക്ക് മാത്രം മനസ്സിലാകാവുന്ന തരത്തിലുള്ള കാര്യങ്ങളിൽ വിശദീകരണം നൽകുകയാണ്. ഒരുപക്ഷെ നമ്മൾ ഒരു രോഗിയെ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത വ്യക്തികളാകുമ്പോൾ അവർക്ക് ലഭിച്ച ചികിത്സ മതിയോ അതാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ നമ്മൾ ഉണ്ടാകും. അവരെ നഷ്ടപ്പെടുമ്പോൾ ആ കുടുംബത്തിന് അത് ഉൾക്കൊള്ളാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അതിനപ്പുറം അത് മാറ്റി നിർത്തിയിട്ടുള്ള കാര്യങ്ങൾ പോലും അഡ്രസ്സ് ചെയ്യാനോ അതിൽ പരിശോധനകൾക്കുള്ള ക്ഷമയോ ഉണ്ടാകുന്നില്ല എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാട്ടേണ്ടത്. എന്തായാലും വിദ്യാഭ്യാസ മന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കുടുംബം പരാതി നൽകിയിരുന്നു. ആരോഗ്യമന്ത്രി ഇതിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് നാളെ കിട്ടും എന്നതാണ് മനസ്സിലാകുന്നത്. ഈ കുടുംബത്തിന്റെ ഏക അത്താണിയാണ് അവർക്ക് നഷ്ടമായിരിക്കുന്നത്. നീതി തേടി ഇനിയും ഹർഷിനെ പോലെയും മറ്റും ആശുപത്രി വരാന്തകൾ നിറങ്ങേണ്ടി വരരുത് ഈ കുടുംബത്തിന് എന്നതാണ് പറയാനുള്ളത്. ആ കുടുംബത്തിന്റെ ഏക അത്താണിയാണ്. 2 മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മുന്നോട്ട് പോക്ക് ഉൾപ്പെടെ ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ അവർക്ക് നീതി ഉണ്ടാകണം. അവരോട് മോശം പെരുമാറ്റമുണ്ടായ സാഹചര്യമുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടണം. ഇനി ഒരു രോഗിക്ക് ആ അവസ്ഥ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികളാണ് ഉണ്ടാകേണ്ടത്. അതിന് നമ്മുടെ സംവിധാനം ഉണർന്നു പ്രവർത്തിക്കട്ടെ, ആരോഗ്യമന്ത്രി ഉണർന്നു പ്രവർത്തിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഇനി ഒരാൾക്കും ഈ അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ.